ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അടുത്തൊരു മത്സരം എന്ന് പറയുന്നത് 2026 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് 2 മത്സരങ്ങളാണ്. അതിൽ നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഖത്തറിനെതിരെയും കുവൈത്തിനെതിരെയാണ് മത്സരങ്ങൾ വരുന്നത്. ഫസ്റ്റ് മത്സരം കുവൈത്തിനെതിരെയാണ്, നമുക്കൊരു ഹോം മത്സരമാണത്. അതിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിൽ സമനിലയായി പോയാൽ പോലും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം 2026 ഫിഫ വേൾഡ് ക്വാളിഫയർ റൗണ്ട് 3 മത്സരങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്, ഒരു 4 വീക്കിൻ്റെ ക്യാമ്പ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ഈ ഒരു മാസം അടുത്തൊരു മാസം തുടക്കത്തോടു കൂടി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാമ്പിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു കാര്യം വളരെയധികം പോസിറ്റീവായി തോന്നി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എന്നൊക്കെ ഒരു 4 വീക്കിന് മേലെ ക്യാമ്പ് കിട്ടിയിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീം മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വുമൺ ഫുട്ബോൾ ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഇന്ത്യൻ വുമൺ ഫുട്ബോൾ ടീമിൻ്റെ പുതിയൊരു കോച്ചിനെ നിയമിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു വുമൺ കോച്ചാണ് ചാബ ദേവി എന്നാണ് അവരുടെ പേരായിട്ട് വരുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ഇതിന് മുമ്പ് 2 ടീമുകളാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ലൊരു തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയുള്ള ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ വളരെയധികം ഒരു മികച്ച ഒരു മുന്നേറ്റം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് പേഴ്സണലി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഇന്ത്യൻ ഫുട്ബോൾ ടീം വുമൺ ടീം നമുക്കറിയാം ഓൾറെഡി അത്യാവശ്യം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ് ഇന്ത്യൻ വുമൻസ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു കോച്ചിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ വുമൺ ഫുട്ബോൾ ടീം നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി തരാമായിരുന്നു. പക്ഷേ നമുക്ക് ഇവരിൽ നിന്നൊരു പ്രതീക്ഷ നൽകാം, ഇന്ത്യൻ വുമൺ ഫുട്ബോൾ ടീമിന് നല്ലൊരു പ്രതീക്ഷ കൊടുക്കാം എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ ഒരു ന്യൂസ്, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അണ്ടർ 16 ടീമിലേക്ക് വേണ്ടി ഒരു പുതിയ കോച്ചിനെ നിയമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 100 നാവ് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുണ്ടായിരുന്ന ഇഷ്ഫാഖ് അഹമ്മദ് എന്ന് പറയുന്ന കോച്ചാണ് അണ്ടർ 16 ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ കോച്ചായി നിയമിച്ചിരിക്കുന്നത്. നമുക്കറിയാം എപ്പോഴും നല്ലൊരു റിസൾട്ട് നൽകുന്ന ഒരു ഇന്ത്യൻ ഫുട്ബോൾ ടീമാണ് അണ്ടർ 60 എന്ന് പറയുന്നത്. അണ്ടർ 60, അണ്ടർ 70 ഈ ഒരു ടീം നമുക്ക് എപ്പോഴും നല്ലൊരു റിസൾട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി നൽകാറുണ്ട്. ഇഷ്ഫാഖ് അഹമ്മദിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നല്ലൊരു കളിക്കാരനുപരി നല്ലൊരു മികച്ച കോച്ചാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടും ഇന്റർ കോച്ചായിട്ടും ഒക്കെ ഇത് നിലനിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ്സിൻ്റെ കോച്ചായിട്ട് അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അണ്ടർ 60 ടീമിന് ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടാവുന്നതിന് വെച്ചിട്ട് ബെസ്റ്റ് കോച്ചായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തിന് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ഫാഖ് അഹമ്മദിൽ നിന്ന് ഈ ഒരു അണ്ടർ 60 ടീം നല്ലൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി